പറവൂർ ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് മുന്നോടിയായുള്ള പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചത് പറവൂരിലെ UDF LDF സ്ഥാനാർത്ഥികൾ ചേർന്ന്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കയ്പമംഗലം MLA ആയ ടൈസൺ മാഷും ചേർന്നാണ് കാൽനാട്ടൽ നടത്തിയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, രാഷ്ട്രീയമായി രണ്ട് വശത്താണെങ്കിലും നല്ല കാര്യത്തിന് ഒരുമിച്ച് നിൽക്കുന്നു. അതെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പലയിടത്തും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തകരും എല്ലാം രാഷ്ട്രീയമൊക്കെ മറന്ന് പഴയതുപോലെ സൗഹൃദത്തിലേക്ക് നീങ്ങി. പറവൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPIയിലെ ET ടൈസൺ മാഷും ഇന്ന് ഒരുമിച്ചാണ് പറവൂരിനടുത്ത് ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ നേർച്ചയ്ക്കുള്ള പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. ഇരുവരും ഏറെ നേരം ഏതാണ്ട് 15 മിനിറ്റോളം ഇവിടെ പള്ളി അങ്കണത്തിലുണ്ടായിരുന്നു. സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്തു. നിലവിൽ ചടങ്ങ് പൂർത്തിയായി ഇരുവരും പുറത്തേക്ക് പോയിട്ടുണ്ട്. അതേസമയം ഈ ചടങ്ങിന് ശേഷം മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം വയനാട്ടിലെ വീടുകൾ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ പ്രതികരണം നടത്തിയിരുന്നു. അതായത് വയനാട്ടിൽ ചോർച്ചയുണ്ട് എന്ന് തോന്നിയ വീടുകളിൽ റവന്യൂ മന്ത്രി K രാജൻ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇത്തരത്തിൽ ചോർച്ചയുണ്ട് എന്ന് പരാതി ഉയർന്ന വീടുകൾ പരിശോധിക്കാൻ റവന്യൂ മന്ത്രി ആരാണ്, എഞ്ചിനീയറാണോ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ചോർച്ചയുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് എഞ്ചിനീയർമാരാണ്, അല്ലാതെ മന്ത്രിയല്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധി ചില കോൺഗ്രസ് നൽകുന്ന വീടുകൾക്ക് തറക്കല്ലിട്ടതിന് പിറ്റേന്ന് തന്നെ വീടുകൾ കൈമാറിയില്ല എന്നാണ് CPM കോൺഗ്രസിന് നേർക്ക് ഉന്നയിക്കുന്ന ആക്ഷേപം. എന്നാൽ സർക്കാർ കൈമാറിയ വീടുകളിൽ ഇതേവരെ ആളുകളെ കയറ്റി താമസിപ്പിക്കാനായിട്ടില്ല എന്നുള്ള ആക്ഷേപം കൂടി അദ്ദേഹം പരിഹാസ രൂപേണ ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ക്രമക്കേടുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം നിരച്ചിരിക്കുന്നു. ഈ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് താൻ നേരത്തെ തന്നെ നിയമസഭയിലും തിരുവനന്തപുരത്തും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെയല്ലേ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. അതായത് CPM നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടാകാറില്ല, യാഥാർത്ഥ്യം പുറത്തു വരാറില്ല. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുകൾ സംബന്ധിച്ച് ഏറെ അന്വേഷണം നടത്തിയിട്ട് എന്താണ് ഉണ്ടായത് എന്നുള്ള ഉദാഹരണം തന്നെ മുൻപിലുണ്ട്. ഇതുപോലെ തന്നെയാണ് ഓരോ കേസ് അന്വേഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും. അതായത് CPM നേതാക്കൾ പ്രതികളായി വരുന്ന കേസുകളിൽ ഏത് ഏജൻസി അന്വേഷണം നടത്തിയാലും കാര്യമായ പുരോഗതി ഉണ്ടാവാറില്ല. ഇതിന് പിന്നിൽ ചില ഉന്നതതല ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള ആക്ഷേപവും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായി. അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചതുമില്ല.